ഇപ്പോൾ ലൈവിൽ അനീഷിന് ഛർദിൽ വന്നിരിക്കുകയാണ്. നന്നായിട്ട് ഛർദിക്കുന്നുണ്ട്. വാഷ് ബേസിൽ പോയി ഒരുപാട് നേരം ഛർദിക്കുന്നുണ്ട്. അപ്പം നൂറയും അനുമോളൊക്കെ വന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട് സമയത്തിന് ആഹാരം കിട്ടാത്തതിൻ്റെയുള്ള ഇതാണ്. ഞാനും രാവിലെ ഛർദിച്ചെന്നൊക്കെ നൂറ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണെന്ന്, സമയത്തിന് ആഹാരം ഒന്നും കിട്ടത്തില്ലാത്തതുകൊണ്ടായിരിക്കും. അനീഷ് വല്ലാണ്ട് ക്ഷീണിതനായിരുന്നു, ഒരുപാട് ടൈം ഛർദിച്ചു. അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനീഷ് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അപ്പം അനുമോൾ വേഗം ചെന്ന് എന്തോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഫുഡ് കിട്ടാത്തതിനാന്ന് പറഞ്ഞപ്പോൾ അനുമോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അനുമോൾ അനീഷിനോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞു എന്തെങ്കിലും ചൂടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ നമ്മുടെ അക്ബറും നെവിനൊക്കെ പറയുന്നത് കേട്ട്, അക്ബർ പറയുന്നത് കേട്ട് ഇതും ഞങ്ങളുടെ തലയിലാവുമോ, കാരണം ഓൾറെഡി ഷാനവാസ് ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് ഒരു വഴക്ക് നടന്നപ്പോൾ. അപ്പോൾ അനീഷ് ഇപ്പോൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അക്ബർ അങ്ങനെ പറഞ്ഞത്. എന്നിരുന്നാലും അനീഷ് ഇന്ന് നന്നായിട്ട് ഛർദ്ദിച്ച് ഒത്തിരി വളരെ ക്ഷീണിതരായിരുന്നു, ഭയങ്കരമായിട്ട് തളർന്നു പോയി. കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് പോയിട്ടുണ്ട്. ഡോക്ടർ വരുമെന്നാണ് പറഞ്ഞത്, നമുക്കറിയില്ല. ഇപ്പം ലൈവിൽ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കൺഫെഷൻ റൂമിലോട്ട് അനീഷ് പോയിട്ടുണ്ട്.